നമ്മുടെ വിഷയം ക്രൈസ്തവ സഭ യുഗാന്ത്യത്തിൽ. നമ്മൾ ആദ്യത്തെ 2-3 ദിവസങ്ങൾ 10 കാലഘട്ടങ്ങളിൽ ഇസ്രായേലാകുന്ന പഴയ നിയമ സഭയെ സാത്താൻ കഠിനമായി ഉപദ്രവിച്ചത് ചിന്തിച്ചുകൊണ്ടിരുന്നു. അവിടെയൊക്കെയും നേടിയ ജയാപജയങ്ങൾ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് ക്രൈസ്തവ സഭയുടെ 7 കാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അടുത്ത 3 കാലങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ക്രൈസ്തവ സഭ പിന്നിട്ട 7 കാലങ്ങൾ ഓട്ടപ്രദക്ഷിണം പോലെ ഞാനൊന്ന് വേഗം പറയാം. ആദ്യത്തെ ഏതാണ്ട് 25-20 വർഷങ്ങൾ അപ്പോസ്തലന്മാരാൽ നേരിട്ട് നടത്തപ്പെട്ട സഭ, സാമാന്യ വിദ്യാഭ്യാസവും അതിൽ കുറവുള്ള ദൈവദാസന്മാർ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. അപ്പോൾ സാത്താനും ആരംഭിച്ചു അവന്റെ ആദ്യത്തെ അമ്പ് യേശുവിന്റെ നാമത്തിൽ അശേഷം ഉപദേശിക്കരുത്. ഇന്നും ഇതാണ് ലോകത്തിൽ. അതിനെയെല്ലാം ദൈവസഭ തരണം ചെയ്തു, തടവറകൾ ഒരുക്കി. എന്നാൽ ചങ്ങലകൾ പൊട്ടി വീണു, കവാടങ്ങൾ തുറന്നു, ദൈവമക്കൾ പ്രാർത്ഥിച്ച സ്ഥലം വരെ കുലുങ്ങി. അങ്ങനെ പോരാട്ടത്തോടെ ആരംഭിച്ചു. രണ്ടാമത്തെ കാലഘട്ടം ക്രമേണ ഏതാണ്ട് AD 50-60 കാലഘട്ടത്തിൽ വിദഗ്ധമായി ഗ്രൂപ്പിസം സഭയെ കയറ്റിവിട്ടു. ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ ഒരു വിഭാഗീക ചിന്താഗതി, കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധം, നിങ്ങൾ ഒന്നെന്നുള്ളത്. അതോടൊപ്പം തന്നെ അനാത്മീയ പ്രവണതകളുള്ളവർ ധനത്തിന്റെയും മറ്റു വിധത്തിലുള്ളതായ സ്വാധീനത്തിന്റെയും പിൻബലത്തോടെ പ്രവർത്തിച്ചു സഭയിൽ. എന്നാൽ ആ ദുഷ്ടനെ നീക്കുവാൻ പറയുവാൻ ആർജവം ഉണ്ടായിരുന്ന ദൈവദാസന്മാർ. മൂന്നാമത്തേത് നമ്മൾ ചിന്തിച്ചത് ചരിത്രത്തിൽ കറുത്ത ബാടായി കിടക്കുന്ന ക്രൈസ്തവ സഭ AD 100 മുതൽ ഏതാണ്ട് 200 വർഷക്കാലം നേരിട്ട അതിരൂക്ഷ പീഡനം. 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കർത്താവിനെ, ഒരു യഹൂദനായി ജനിച്ച യേശുവിനെ യഹൂദന്മാരുടെ ഒത്താശയോടെ റോമൻ ഗവൺമെന്റ് ക്രൂശിച്ചെങ്കിൽ ആ യേശു ഉയർത്തെന്നും അവൻ ദൈവമാണെന്നും പറഞ്ഞത് റോമൻ അധികാരികൾക്ക് സാമ്രാജ്യത്തിന് ഒരു വെല്ലുവിളിയായി. രണ്ടാമത്, അതിനേക്കാൾ അവരെ ഏറ്റവും അധികം ചൊടിപ്പിച്ചത് അന്ന് ദൈവസഭയിലേക്ക് യഹൂദന്മാരിൽ നിന്ന് കൂടാതെ യവനന്മാരും മറ്റ് ജാതികളും കടന്നു വന്നപ്പോൾ അന്നത്തെ കാലത്തെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വികലമായ ദേവന്മാരുടെയും ദേവിമാരുടെയും വികലമായ പ്രതിമകളും ആരാധനാ സ്ഥലങ്ങളും നോക്കി ദൈവദാസന്മാർ വചനപ്രകാരം വിളിച്ചു പറഞ്ഞു, സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയിൽ വസിക്കുന്നില്ല. അതവരെ ചൊടിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം, അന്ന് സാർവത്രികമായിരുന്നത് ബഹുഭാര്യത്വമാണ്. അതിനെ ആദ്യമേ ലോകത്തിൽ നഖശികാന്തം എതിർത്തതും ഇന്നും അത് ഫോളോ ചെയ്യുന്നതും ക്രൈസ്തവ സഭയാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, അന്ന് ആ റോമൻ സാമ്രാജ്യത്തിൽ സർവ്വസാധാരണമായിരുന്നു മദ്യപാനം. ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം പോലോ കരുതിക്കൂട്ടിയെങ്കിൽ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് വചനത്തിൽ കൂടി ശക്തമായി പറഞ്ഞു. ഇത് നിമിത്തമുണ്ടായ പീഡനം മൂന്നാമത്തെ കാലഘട്ടം. എന്നാൽ ക്രൈസ്തവ സഭ അവിടെയും അതിനെയും അതിജീവിച്ചത് നമ്മൾ കണ്ടു. നാലാമത്തെ കാലഘട്ടമാണ് ഏതാണ്ട് 1000-ഓളം വർഷം വിടുതൽ ലഭിച്ചെന്നാൽ അന്ധകാരത്തിലേക്ക് പോയി. ആത്മീയ അന്ധകാരം വന്നു. ജാതികളുടെ ആചാരങ്ങൾ പടർത്തി, ജാതികളുടെ വിഗ്രഹങ്ങൾ ക്രൈസ്തവ സഭകളിൽ കയറി, സ്ഥാനമാനങ്ങളും അങ്ങനെ എല്ലാവിധമായ ആർഭാടങ്ങളും വന്നു. അതായത് ഇസ്രായേലിന്റെ രാജഭരണകാലത്തെ സ്ഥിതിക്ക് ഏതാണ്ട് സമാനമായിട്ട് വന്നു. അഞ്ചാമത്തെ സിസ്റ്റം നമ്മൾ ചിന്തിച്ചു. 16-ാം നൂറ്റാണ്ടിലെ ഉണർവ്. ആ ഉണർവിന്റെ തീജ്വാല ലോകത്തിലേക്ക് വന്നു. പ്രൊട്ടസ്റ്റന്റിസം എന്ന ആ ക്രൈസ്തവ യഥാർത്ഥ കാഴ്ചപ്പാടിലേക്ക് ക്രൈസ്തവ സഭ തിരിച്ചു വരുന്നു. അതുവരെ പ്രൊട്ടസ്റ്റന്റിസം ഇല്ല, കാഴ്ചപ്പാടിലേക്ക് വരുന്നു. അതാണ് 6-ാമത്തെ കാലഘട്ടം നമ്മൾ ചിന്തിച്ചത്. 7-ാമത്തെ കാലഘട്ടത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ നോക്കിക്കൊണ്ട് അടുത്ത കാലഘട്ടം റോമൻ ഒട്ടമൻ പീഡ. അന്ന് ഏറ്റവും അധികം ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുമ്പുണ്ടായിരുന്ന ഓട്ടമൻ സാമ്രാജ്യം ക്രൈസ്തവരെ വല്ലാണ്ട് പീഡിപ്പിച്ച് തകർത്തു. അതിൽ നിന്നും ക്രൈസ്തവ സഭ ശക്തിയോടെ ഇറങ്ങി വന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 8-ാമത്തെ കാലഘട്ടമാണ്. 8-ാമത്തെ കാലഘട്ടം വളരെ പ്രത്യേകതയാണ്. അതിനെ ഇങ്ങനെ പറയാം, ക്രിസ്ത്യൻ ചർച്ച് ഇൻ പോസ്റ്റ് വാർ പീരിയഡ്. ഏതാണ്ട് 20-25 വർഷങ്ങൾ കൊണ്ട് 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു. ആ 2 ലോകമഹായുദ്ധത്തിനും പാത്രമായത് യൂറോപ്പിലെ 50 രാജ്യങ്ങളാണ് പ്രധാനമായി. വേറിട്ട് കിടക്കുന്ന അമേരിക്കയും ജപ്പാനും ഒഴിച്ചാൽ യൂറോപ്പിലെ 50 രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ 2 ലോകമഹായുദ്ധവും. ആ 2 ലോകമഹായുദ്ധവും അന്ന് വേറൊരു കാര്യം, ക്രൈസ്തവ സഭയുടെ തട്ടകമായിരുന്നു യൂറോപ്പ്. ഞായറാഴ്ച രാവിലെ ഒരു
ഒരു ജ്യൂസ് പോലും കുടിക്കുവാൻ ഒരു കട തുറക്കത്തില്ലായിരുന്നു. അത്ര ക്രൈസ്തവ സഭ യൂറോപ്പിലെ രാജ്യങ്ങളിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച് മനോഹരമായി നിന്ന കാലമാണ്. എന്നാൽ ആ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തിക്തത അതിരൂക്ഷമായിരുന്നു. ഏകദേശ കണക്ക് 5.5 മില്യൺ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. 10 മില്യൺ യുവതികൾ വിധവമാരായി. അതിനേക്കാൾ അപ്പുറം അനാഥ കുഞ്ഞുങ്ങൾ പെരുകി. പ്രായമുള്ളവർ, മുറിവേറ്റവർക്ക് കണക്കില്ല. അങ്ങനെ വലിയ ഒരു ദുരന്തം പോലെ വന്നു. അതോടൊപ്പം പട്ടിണിയും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടായി. സാത്താൻ തന്മയത്തമായിട്ട് പെരുമാറി. വളരെ വിദഗ്ധമായിട്ടാണ് അവൻ പെരുമാറിയത്. ഈ പോസ്റ്റ് വാർ പീരിയഡ് ക്രൈസ്തവ സഭയ്ക്കിട്ട് അവൻ നടത്തിയ ആക്രമണം മറ്റൊരു വിധത്തിൽ കൂടിയാ. കാരണം പുരുഷന്മാരും യുവാക്കളും എല്ലാം മരിച്ചു. വളരെയധികം ജനസംഖ്യ യൂറോപ്പിൽ കുറഞ്ഞു. അവിടുത്തെ ബിസിനസ്സുകൾ കയറ്റിക്കൊണ്ടുവരണം, ഫാക്ടറികൾ പ്രവർത്തിക്കണം. അതിന് ആളില്ലാതെ വന്നപ്പോൾ വ്യാപകമായി അന്ന് വരെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന വീട്ടമ്മമാരെ, സഹോദരിമാർ, ലേഡീസിനെ ജോലിക്കെടുത്തു. പ്രധാനമായി ലേഡീസിനെ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ റിയാക്ഷനാണ്. ധാരാളമായ സ്ത്രീകളെ ജോലിക്കെടുത്തു കഴിഞ്ഞപ്പോൾ പല വ്യത്യാസങ്ങളും വന്നു. പുരാതന കാലത്തുണ്ടായിരുന്ന യൂറോപ്യൻ ലേഡീസിന്റെ ഡ്രസ്സ് തന്നെ മാറ്റേണ്ടി വന്നു. ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള വേഷം ചെയ്യണം. അതോടൊപ്പം നോക്കിക്കോണം, അന്ന് വരെ അവർക്ക് വീട്ടിൽ ഭർത്താവിന്റെയോ പിതാവിന്റെയോ ഒക്കെ ആ കാരുണ്യത്തിൽ അവരുടെ ഹെൽപ്പിൽ കഴിഞ്ഞവർ സ്വന്തമായി ജോലി ചെയ്ത് പൈസ കിട്ടാൻ തുടങ്ങി. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ 6 ദിവസം ജോലി കഴിഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ദിവസത്തെ റെസ്റ്റിൽ കൈനിറയെ കാശും കിട്ടിയപ്പം ആവേശത്തോടെ പിന്നെ ലോകത്തിലേക്ക് ഘോഷിക്കുവാൻ, സാധനങ്ങൾ മേടിക്കുവാൻ, സന്തോഷിക്കുവാൻ ഇറങ്ങി. ഞായറാഴ്ചത്തെ ആരാധന വിദഗ്ധമായി സാത്താൻ പുറകോട്ട് മാറ്റി. അതോടൊപ്പം ഈ സംഭവിച്ച ദുരന്തത്തിൽ നിന്നും ക്രൈസ്തവ സഭയെ കരയേറ്റി നടത്തുവാൻ, അവരെ ധൈര്യം പകരുവാൻ നിർഭാഗ്യവശാൽ അന്നത്തെ ക്രൈസ്തവ നേതൃത്വങ്ങൾക്ക് സാധിച്ചില്ല. അവർ സ്വാർത്ഥതയ്ക്കും സ്വന്തം സുഖത്തിനും വേണ്ടി പോയി സാധാരണക്കാരുടെ വേദനകളെ ഒപ്പിയെടുക്കാൻ അവർ ശ്രമിക്കാഞ്ഞതിനാൽ ഞാൻ വളരെ ദുഃഖത്തോടെ പറയാം, ഈ പോസ്റ്റ് വാർ പീരീഡിലുണ്ടായ സംഭവമാണ്. ക്രൈസ്തവ സഭയുടെ തട്ടകമായിരുന്ന യൂറോപ്പിൽ നിന്നും ക്രിസ്ത്യാനിത്വം പുറത്തേക്ക് പോയി. അവർ ഞായറാഴ്ചത്തെ ആരാധന ആദ്യമേ ഉപേക്ഷിച്ചു. അതോടൊപ്പം ക്രൈസ്തവ സഭ ആരാധനകൾക്ക് പോകുന്നില്ല, ക്രിസ്ത്യാനിത്വം വേണ്ടെന്ന് വെച്ചു. ഇതിന്റെ അലയടി യൂറോപ്പുമായിട്ട് ബന്ധമുള്ള അമേരിക്ക വരെ എത്തിയത് നിങ്ങൾക്കറിയാമല്ലോ. വലിയൊരു സംഭവമാണ്. സാത്താൻ വിദഗ്ധമായിട്ട് നടത്തിയൊരു പരിപാടിയാണ്. കാരണം ആരാധനാലയങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. അതിന്നും ആ ദുഃഖകരമായ സത്യം കരയേറുന്നുണ്ടെങ്കിലും തുടങ്ങുന്നുണ്ട്. 2009 ഞാൻ ഓർക്കുന്നു, ലണ്ടൻ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ആനുവൽ കൺവെൻഷന് ഞാൻ ലണ്ടനിൽ ചെന്നു. പാസ്റ്റർ സാം ജോൺ ആണ് സീനിയർ പാസ്റ്റർ. ഇന്നും അദ്ദേഹം തന്നെയാ. ഒരു ഇംഗ്ലീഷ് ചർച്ച് റെന്റിനെടുത്ത് അവിടെയാണ് കൺവെൻഷൻ, ലണ്ടൻ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ കൺവെൻഷൻ. എന്നെയും കൊണ്ട് പാസ്റ്റർ അവിടെ ചെന്നപ്പോൾ ആ ഇംഗ്ലീഷ് ചർച്ചിന്റെ വികാരി ഒരു ലേഡിയാ. അന്നാണ് ഞാൻ ആയുസിൽ ലേഡി പട്ടക്കാരത്തിയെ കാണുന്നത്. ഒരു ലേഡിയാണ് ആ ചർച്ചിന്റെ വികാരി. പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞ ഉടനെ അവർ എന്നോട് പറഞ്ഞു, ഒരു 200-250 പേർക്ക് ഇരിക്കാമെന്നും സുന്ദരമായ ഒരു ദേവാലയമാണ്. ആ സഹോദരി ആ ലേഡി പട്ടക്കാരത്തി എന്നോട് പറഞ്ഞു, ഐ ആം വെരി ഹാപ്പി ബൈ ദിസ് കൺവെൻഷൻ. അപ്പൊ എനിക്കങ്ങ് സന്തോഷമായി. ഒരു എപ്പിസ്കോപ്പൽ സഭയിലെ പട്ടക്കാരത്തി പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനിൽ വളരെ സന്തോഷം പറഞ്ഞല്ലോ എന്ന് ഓർത്തു. അടുത്ത വാക്യം അവർ പറഞ്ഞു കേൾക്കണോ, ഐ ക്യാൻ മെയിൻറ്റെയിൻ ദിസ് ചർച്ച് ഫോർ 3 months ബൈ ദ റെന്റ് യു ആർ പേയിങ്. നിങ്ങൾ തരുന്ന വാടക കൊണ്ട് ഈ സഭ എനിക്ക് 3 മാസം ഓടിക്കാം. കാലം പോയത് കണ്ടോ. ഇത് ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ശേഷം ഉണ്ടായ സംഭവമാണ്. ആ തക്കത്തിലാണ് സാത്താൻ ശരിക്ക് സ്വതന്ത്ര ചിന്തകളും കയറ്റിക്കൊടുത്തു. മനുഷ്യരുടെ സ്വതന്ത്ര ചിന്തകൾ കയറ്റിക്കഴിഞ്ഞപ്പോൾ എന്തുപറ്റി? മനുഷ്യർ ദൈവത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് അകലാൻ തുടങ്ങി. ഇതാണ് ഈ പോസ്റ്റ് വാർ. എന്നാൽ 9ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് വേഗം വരാം. 9ാമത്തേന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ചർച്ചസ് ഇൻ ടെക്നോളജിക്കൽ വേൾഡ്. 1980 ടെക്നോളജി വളരെ വിപുലമായി. ഇന്ന് ഉപയോഗിക്കുന്ന ഈ മൊബൈൽ സിസ്റ്റങ്ങൾ, ഇന്റർനെറ്റും എല്ലാം സജീവമായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ആ സമയം ഈ 9ാമത്തെ സിസ്റ്റം അതാണ്. 8ാമത്തെ സിസ്റ്റം പോസ്റ്റ് വാർ, 9ാമത്തെ സിസ്റ്റം ടെക്നോളജിക്കൽ പീരിയഡ് സഭ. അതിന്റെ ഗുണമുണ്ടായി. സുവിശേഷീകരണം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഗുണം സുവിശേഷീകരണം പല മാധ്യമങ്ങളിൽ കൂടി ലോകത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് അതിന്റെ സന്തോഷത്തോടെ പറയാം, ലോകത്തിലെ സകല രാജ്യങ്ങളിലും ക്രൈസ്തവ മതമുണ്ട്.
ലോകത്തിലെ സകല രാജ്യങ്ങളിലും ക്രൈസ്തവ മതമുണ്ട്. ബൈബിൾ നിരോധിച്ചിരിക്കുന്ന രാജ്യങ്ങളിലും ക്രൈസ്തവ സഭകളുണ്ട്. നിരീശ്വരത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ചൈനയിലാണ് ഏറ്റവും അധികം ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത്. അവിടെ ധാരാളം സഭകളുണ്ട്, നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ ഹാർഡായിട്ടുള്ള സഭകളുണ്ട്, രാജ്യങ്ങളുണ്ടല്ലോ. ഞാൻ പേര് പറയുന്ന അനുചിതമാണ്. അവിടെയും സഭയുണ്ട്. എന്താ ഈ പോസ്റ്റ് വാർ ടെക്നോളജി, പോസ്റ്റ് വാർ കഴിഞ്ഞ് ഹൈ ടെക്നോളജി വന്നപ്പോൾ ആ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങി. ആ ടെക്നോളജി കൊണ്ട് സഭ വളരെ വിശാലമായി, വളരെയധികം വിശാലമായി കഴിഞ്ഞു. അതോടൊപ്പം സാത്താൻ സ്വതന്ത്ര ചിന്താഗതിയാണ് സഭയിൽ തിരികെ കയറ്റി. ടെക്നോളജി വന്നപ്പോൾ അതിന്റെ ദോഷങ്ങളും ഉണ്ടായി. അതിന്റെ ദോഷം എല്ലാ വിധത്തിലും ടെക്നോളജി അങ്ങോട്ട് ആശ്രയിക്കാൻ തുടങ്ങി, ബുദ്ധിയുടെ പ്രമാണം മരവിപ്പിക്കാൻ തുടങ്ങി. അത് ഇന്നും അതിന്റെ റിയാക്ഷൻ ഉണ്ട്. 16 × 9 എത്രയാന്ന് ചോദിച്ചാൽ ഇപ്പം ഭൂട്ടാൻ കുഞ്ഞുവാൻ ഭാഷ കാണാതെ പറയും 144 അദ്ദേഹത്തിന്റെ ബുദ്ധിയെന്ന്. ഇന്നത്തെ ഒരു ഒരു ആരെങ്കിലും പെൺകുട്ടികളോട് അങ്ങോട്ടോട് ചോദിച്ചോ, അവർ ഉടനെ മൊബൈൽ തുറന്ന് കുടിച്ചു നോക്കും. എന്താ അതിനകത്താ സംഗതി ഇരിക്കുന്നത്. ഈ ടെക്നോളജി വർദ്ധിച്ചു വന്നപ്പോൾ ബുദ്ധി അങ്ങോട്ട് അല്പം മാറ്റി തൊള്ളാജി കയറ്റിയൊരു കാലമാ. പക്ഷെ ക്രൈസ്തവ സഭയ്ക്ക് പ്രയോജനവും ഉണ്ടായി, ദോഷവും ഉണ്ടായി. 9ാമത്തെ സിസ്റ്റത്തിൽ അത് 1980 മുതൽ 2000, 2010 വരെ നോക്കിക്കേ, ലോകം മുഴുവൻ വ്യാപിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 10ാമത്തെ സിസ്റ്റം. അത് പറയാനാണ് ഞാൻ ഇത്രയും ചിന്തിച്ചത്. ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ പേര് ക്രിസ്ത്യൻ ചർച്ച് ഇൻ പ്രീ റാപ്ചർ പീരിയഡ്. ഒടുവിലത്തെ സമയമാണ് 10ാമത്തെ ഘട്ടം. ഇത് സഭ എടുക്കപ്പെടുന്നതിന് മുൻപുള്ള സമയമാണ് ഈ കാലം. ഈ കാലത്ത് നോക്കിക്കോണം, എല്ലാ കാലത്തും സത്താൻ ഏത് നന്മ വന്നാലും അതിന് തിന്മയ്ക്കെതിരായിട്ട് ആക്ഷൻ അടിക്കും. ഇന്ന് പോസ്റ്റ് റാപ്ചർ പീരീഡാണ്. ഈ പോസ്റ്റ് റാപ്ചർ പീരീഡിൽ 10-14 കാര്യങ്ങൾ ഗുണകരമായിട്ടുണ്ട് സഭയ്ക്ക്. അത് വേണം നമുക്ക് ആദ്യം ചിന്തിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇതിനിട്ട് സാത്താൻ നടത്തുന്ന പ്രയോഗങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിൽ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ. പോസ്റ്റ് റാപ്ചർ പീരീഡാണത്, പ്രീ റാപ്ചർ പീരീഡാണ്. കാരണം സഭ എടുക്കപ്പെടുന്നതിനുള്ള തൊട്ടു മുമ്പുള്ള വർഷങ്ങളാണ്. ഇതിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ: 1, ക്രൈസ്തവ സഭ 2000 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും സാമ്പത്തികമായി നല്ല നിലയിൽ വന്നു. കാരണം വിശ്വാസികളെല്ലാം പല വിധത്തിൽ നല്ല വരുമാനമുള്ളവരും വിദ്യാസമ്പന്നരും ആയി മാറിക്കഴിഞ്ഞപ്പോൾ, ലൈഫ് പാറ്റേൺ മാറിയപ്പോൾ ക്രൈസ്തവ സഭയുടെ എക്കണോമി കയറി വന്നു. എവിടെയും ഞാൻ ഒരു അമേരിക്കയോ അല്ലെ ഒരു രാജ്യത്തെയല്ല, കോമൺ ആയിട്ട് ഒരു അവലോകനം പറയുകയാണ്. എക്കണോമി കയറി വന്നു. 2ാമത്തെ സന്തോഷകരമായ ഒരു കാര്യം, എല്ലാ രാജ്യങ്ങളിലും മനോഹരമായ ആധുനികതയ്ക്ക് നിരക്കുന്ന ആരാധനാ ആലയങ്ങൾ, ചർച്ചസ്. ആധുനികതയ്ക്ക് കാലത്തിന്റെ ആ പുരോഗതിക്ക് പുറംതിരിഞ്ഞു നിൽക്കാതെ അതിന് തക്കവണ്ണമായി മനോഹരമായ ദേവാലയങ്ങൾ നമുക്ക് കിട്ടി. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ 3ാമത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, മിക്ക രാജ്യങ്ങളിലും ആരാധനാ സ്വാതന്ത്ര്യം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യം. അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഒരു കാലത്തെ ഈ ആരാധനകൾ ബാൻ ചെയ്ത രാജ്യങ്ങൾ, ഇത് നിഷിദ്ധമെന്ന് പറഞ്ഞവർ, ഇത് പരിഹസിച്ചവർ, ഇതിനെ തീരെ നിന്ദ്യമായി ചെയ്തവർ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സിസ്റ്റം അങ്ങോട്ട് മാറി ഇന്ന് പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ മതിയായ ആരാധനാ സ്വാതന്ത്ര്യം. 4ാമത്തെ പ്രത്യേകത, തിരുവചനം ഈ പ്രീ റാപ്ചർ പീരീഡിൽ തമ്പുരാൻ ചെയ്ത കൃപയാണ്. തിരുവചനം അതിമനോഹരമായി പഠിപ്പിക്കുന്ന സെമിനാരികൾ, അതുപോലുള്ള സ്ഥാപനങ്ങൾ, നല്ല അറിവുള്ള പണ്ഡിതന്മാർ. 4, അപ്പോൾ തന്നെ നിരീശ്വരത്വം മറുഭാഗത്തും ഉണ്ട്. സാത്താന്റെ അടി നിരീശ്വരത്വം കയറി വരുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിലാണ് നിരീശ്വരത്തിന് തിരികൊളുത്തിയത്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നിരീശ്വരവാദിയിൽ പ്രമുഖനായ വോൾട്ടയറിന്റെ ജനനം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ 18ാം നൂറ്റാണ്ടിലെ ആരംഭത്തിലാണ് നിരീശ്വരനായ ഡാർവിൻ കയറി വന്ന് പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്ന് നിരീശ്വരത്വത്തിന് ആക്കം കൂട്ടിയത്. ആ 18ാം നൂറ്റാണ്ടിൽ കൂടി വന്ന
ആ നിരീശ്വരവാദം 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ മന്ദീഭവിച്ചിട്ട് ഇന്ന് സമൃദ്ധിയുടെ നടുവിൽ ഒരു ഭാഗത്ത് ആത്മീയ ആരാധന നടക്കുമ്പോൾ മറുഭാഗത്ത് നിരീശ്വരത്വം ശരിക്കു വർദ്ധിച്ചു വരുന്നുണ്ട്. പുതിയ തലമുറകൾ സമ്പന്നതയുടെ മടിയിൽ വന്നപ്പോൾ നിരീശ്വരത്വത്തിലേക്ക് പോകുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ വചനപാണ്ഡിത്യമുള്ള ദൈവദാസന്മാരും സെമിനാരികളും ധാരാളം. അപ്പോൾ അവിടെയും സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ന്യൂയോർക്കിൽ. അദ്ദേഹം അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹം PhD എടുക്കാൻ പോയത് എഡിൻബറോയിലാണ്. എഡിൻബറോയിൽ പോയി PhD എടുത്തു വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ തിയോളജി പഠിപ്പിച്ച 2 പ്രൊഫസേഴ്സ് നിരീശ്വരന്മാരാ. എന്താ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് തിയോളജി പഠിപ്പിച്ചത്. അപ്പൊ ഇവര് ചോദിച്ചു, നിങ്ങളിത് പഠിപ്പിക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രൊഫഷൻ നോക്കിക്കേ, സാത്താന്റെ ടെക്നോളജി കണ്ടോ? ഇത് ഞങ്ങളുടെ പ്രൊഫഷൻ, ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസമില്ല. അവര് ഞങ്ങളുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെയ്യുന്നു. ഇതാണ് സാത്താൻ. എപ്പോഴും അവൻ കൂടെ കാണും. നിരീശ്വരത്വം വർദ്ധിപ്പിച്ചു. എന്നാൽ സെമിനാരികൾ ധാരാളമായിട്ട് വെച്ചു. അടുത്തത് 5-ാമത്തെ കാര്യം, ധാരാളം യൗവനക്കാർ കർത്താവിന്റെ വേലയ്ക്കായി യൗവനക്കാരതികൾ ധൈര്യത്തോടെ സകല എതിർപ്പുകളെയും അവഗണിച്ച് മരണത്തെ വരെ തൃണവൽഗണിച്ചുകൊണ്ട് ലോകം മുഴുവൻ ധാരാളം യൗവനക്കാരും യൗവനക്കാരത്തികളും. 6-ാമത്തെ കാര്യം, സാങ്കേതിക വിദ്യകൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ കർത്താവിന്റെ വചനത്തെ ശരിക്കും ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഈ പ്രസംഗം തന്നെ, ഈ ബൈബിൾ ക്ലാസ് തന്നെ അറ്റ്ലാന്റ ദൈവസഭ നടത്തുന്നു. ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഇതേ തത്സമയത്ത് ചെല്ലുന്ന ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാനുള്ള കൃപ കർത്താവ് കിട്ടി തന്നു. നമുക്ക് മനോഹരമായ ഗാനങ്ങളും പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും നേരിൽ കണ്ട് നമുക്ക് ആസ്വദിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ആത്മീയമായിട്ട് വളരുവാനും തന്നിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ ശരിക്കു വന്നു. 7-ാമത്തെ പ്രത്യേകത, ഇത്രയും പ്രിന്റിംഗ് ടെക്നോളജി വർദ്ധിച്ചതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ക്രിസ്ത്യൻ ചർച്ചസാ. ലോകത്തിലെ ഏറ്റവും അധികം ലിറ്ററേച്ചർ ക്രിസ്ത്യൻ ലിറ്ററേച്ചറാ. നോക്കിക്കോണം, നമുക്ക് അനുകൂലമായ വശങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ സഭയെടുക്കപ്പെടാൻ പോകും. അതുകൊണ്ടാണിത് ഈ പിന്മഴ എന്ന് പറയുന്ന ലാസ്റ്റ് പോറിങ്ങാ. തമ്പുരാൻ തന്നിരിക്കുന്നതെല്ലാം പ്രിന്റിങ്ങിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അതിന്റെ ബെനിഫിഷ്യറീസ് ചർച്ചസ് ആണ്. നമ്മുടെ എല്ലാ ഒരു പർട്ടിക്കുലർ ചർച്ചിൽ ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ ചർച്ച്. ആ ചർച്ച് പ്രിന്റിങ് ആണ് ഏറ്റവും നല്ലത്. അടുത്തത് 8-ാമത്തെ കാര്യം, ലോകത്തിന്റെ ശ്രദ്ധയെ പിടിച്ചുപറ്റത്തക്കവണ്ണം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിൽ ക്രിസ്ത്യൻ ചർച്ചസ് മുമ്പിൽ വന്നു. വേറെ ഒരു റിലിജനും ഇത്രയും മുമ്പിൽ വന്നില്ല. മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് ക്രിസ്ത്യൻ ചർച്ച് വന്നു. സാത്താൻ മുതലെടുത്തു. മറുഭാഗത്ത് എന്താ, അത് നിരവധി സ്ഥലത്ത് അതൊരു ആദായ മാർഗവുമാക്കി. പഴയ കാലത്ത് ആ മിഷൻ ആശുപത്രി എന്ന് പറയുന്നത്, ഇന്ന് മിഷൻ ആശുപത്രി പേരേ ഉള്ളൂ. എന്താ, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ക്രൈസ്തവ സഭകൾക്ക് കർത്താവെ നല്ല മുൻതൂക്കവും നല്ല സ്വാധീനവും നൽകി കഴിഞ്ഞപ്പോൾ സാത്താൻ പുറകിലൂടെ വന്നു, അതൊരു ബിസിനസ് ആക്കി. ഇന്ന് ഏത് രാജ്യത്ത് എന്നാൽ ഇത് രണ്ടും ഉണ്ട്. പക്ഷേ എന്തുവാ, മിഷ്യനാ, പണം പിഴിഞ്ഞെടുക്കുന്ന മിഷ്യൻ. പഴയ കാലത്ത് ആ മിഷ്യൻ ആശുപത്രി. ഇന്നത്തെ മിഷ്യൻ എന്ന് പറഞ്ഞാൽ പണം, രോഗിയിൽ നിന്നും പണം സ്കൂഷി എന്ന മിഷ്യനായിട്ട് മാറി. സാത്താന്റെ ടെക്നോളജിയാ. ഒരേ സമയത്തെ അനുകൂലവും പ്രതികൂലവും ഞാൻ പറയുകയാണ്. 9-ാമത്തെ അതിപ്രധാനമായ കാര്യമാ, ഒരിക്കൽ നിന്ദ്യമെന്ന് പറഞ്ഞ പെന്തക്കോസ്റ്റൽ സഭകൾ ശരിക്ക് വളർന്നു. ഞാൻ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും പറയട്ടെ, ലോകത്തിൽ 46-45% ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ അതിൽ പെന്തക്കോസ്റ്റൽ സഭകളുടെ സ്ഥാനം 2-ാം സ്ഥാനത്താ. റോമൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം സഭകൾ ക്രൈസ്തവർ പെന്തക്കോസ്റ്റ് വിശ്വാസമുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളാണ്. ഈ അന്ത്യകാലത്ത് കണ്ടോ, കർത്താവെ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന വാക്യം നമ്മളിൽ നിവർത്തിച്ചു തരിക. ലോകത്തിൽ ഏറ്റവും അധികം കൂടുതലുള്ള പെന്തക്കോസ്റ്റൽ സഭകളാണ്. ആരാധനയിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ആരാധന, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആത്മീയ ആരാധന, ആത്മീയ പ്രാർത്ഥനകൾ, കൺവെൻഷനുകൾ, കൂട്ടായ്മകൾ, ആയിരങ്ങൾ, അറിയാമല്ലോ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആരാധനകൾ. പുറന്തള്ളപ്പെട്ട ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും നല്ല സ്ഥാനം ലോകത്തിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് മിഡിൽ ഈസ്റ്റ് മുതലായ വിജാതീയ രാജ്യങ്ങളിലേക്ക് ക്രൈസ്തവരായ ദൈവമക്കൾ ജോലിക്കും ബിസിനസ്സിനുമായി പോയപ്പോൾ അവിടെയും ആരാധനയുടെ കവാടങ്ങൾ തുറന്നു. ഏറ്റവും പ്രധാനമായി കർത്താവ്
തന്നിരിക്കുന്ന ആധുനികതയെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നു. അടുത്തത് പറയട്ടെ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ഈ കാലത്തിന്റെ പ്രത്യേകത ഒടുവിലായി പറയുകയാണ്, വചനനിശ്ചയമുള്ള ദൈവദാസന്മാർ തിരുവചനത്തിലെ ഒടുവിലത്തെ പുസ്തകവും വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതുമായ വെളിപ്പാടിനെ കുറിച്ച് കഴിഞ്ഞ 2000 വർഷത്തെ ക്രൈസ്തവ ചരിത്രത്തിൽ ഈ കാലത്തിലാണ് ഇത്രയും മനോഹരമായി സാങ്കേതിക വിദ്യകൾ എല്ലാം ഉപയോഗിച്ചും ആധുനിക രാഷ്ട്രീയ സംഭവങ്ങളെയും ശാസ്ത്രീയ നേട്ടങ്ങളെയും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തി വെളിപ്പാട് പുസ്തകം സാധാരണ ജനങ്ങളെ അവർക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിൽ പഠിപ്പിക്കുന്ന ധാരാളം ദൈവദാസന്മാർ ഈ കാലത്തിൽ ഇതിനു മുൻപില്ല. ഇത് നമ്മുടെ ഈ ബൈബിൾ സ്കൂൾ നടത്തുന്ന ആൻഡ്രൂസ് പാസ്റ്ററെ കുറിച്ച് തന്നെ പറയുന്നത് അദ്ദേഹം വെളിപ്പാട് പുസ്തകത്തിന്റെ ഉസ്താദ് എന്ന. അങ്ങനെ അനേകം ദൈവദാസന്മാരെ ഈ അന്ത്യകാലത്ത് കർത്താവ് എഴുന്നേൽപ്പിച്ചു. എന്താ? ഏറ്റവും വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനെ. വെളിപ്പാട് 1:1 നമുക്കറിയാം. അത് ഏറ്റവും വേഗം സംഭവിക്കാൻ പോകുന്നത് അത് കാണിക്കുവാൻ തക്കോണം കാണിച്ചു. ദൈവം ധാരാളം അഭിഷേകവും പരിജ്ഞാനവും കൃപയും അനുഭവവുമുള്ള 1 2 അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടില്ലേ? നമ്മളതിന്റെ ഗുണഭോക്താക്കളല്ലേ? അതിന്റെ ബെനിഫിഷ്യറീസ് ആണ് ഇന്നത്തെ ക്രൈസ്തവ ലോകം. കർത്താവിന്റെ കൃപ കണ്ടോ? കർത്താവിന്റെ കൃപ. പിന്മഴ ഞാൻ അയക്കുമെന്ന് പറഞ്ഞാൽ ഇതാണ് പിന്മഴ. അതിൽ പരമപ്രധാനമായ അടുത്ത കാര്യം, ഒരിക്കൽ അന്യമെന്ന് പറഞ്ഞ അന്യഭാഷ അതിശക്തമായി ആത്മാവിന്റെ അടയാളമായി അനുഭവമുള്ള ധാരാളം ദൈവമക്കൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരെ അന്യഭാഷയെ നിന്ദിച്ചെങ്കിൽ ഇന്ന് അന്യഭാഷ വളരെ അനുഗ്രഹകരമായി ദൈവത്തോട് സംസാരിക്കുന്ന തക്കവണ്ണം അനുഭവമുള്ളവർ. അപ്പോൾ തന്നെ സാത്താൻ അതും പരിപാടി ഇട്ടിട്ടുണ്ട്. പ്രൊഫഷണലാക്കുന്ന അന്യഭാഷയുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രധാനവുമായ അടയാളമാണ്. അത് ദൈവത്തോട് സംസാരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷ വരവില്ലാത്തവർക്കൊന്നും അഭിഷേകമില്ലെന്നല്ല, അവർ ദൈവത്തോട് സംസാരിക്കുന്നു. എന്നാൽ അന്യഭാഷ കൺവെൻഷൻ സ്റ്റേജിൽ മൈക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അന്യഭാഷ പറഞ്ഞ് വീഡിയോയിൽ കാണിക്കുന്ന കച്ചവടവും തുടങ്ങുന്നു. ഒരേ സമയത്ത് നന്മ വരുമ്പോൾ അതേ സമയത്ത് ഇപ്പുറത്ത് തിന്മയും തുടങ്ങുന്നു. ഇങ്ങനെ ഈ 14 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം കൊണ്ട് ചിന്തിക്കാൻ പോകുന്നത്, സാത്താന്റെ അവനറിയാം കാലം തീരാൻ പോകുന്നു. 10 ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ 9 ഘട്ടങ്ങളിൽ ഉപദ്രവിച്ചു. പക്ഷെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെട്ടില്ല, പരാജയപ്പെടത്തില്ല. അവന്റെ പേര് തന്നെ ദൈവത്തോട് മനുഷ്യനോട് മല്ലുപിടിച്ച് ജയിച്ചവനെന്ന. അവനെ ഇപ്പോൾ നിൽക്കുമ്പോൾ അടുത്തത് ക്രൈസ്തവ സഭ, ക്രിസ്തുവിന്റെ കാന്തയാണ്. അവനറിയാം ഈ തലമുറ ഒടുവിലത്തെ തലമുറയാണ്. ഇത് കഴിഞ്ഞാൽ വചനപ്രകാരമുള്ള ക്രൈസ്തവർ ഈ ഭൂമി കാണത്തില്ല. അല്ലാത്തവർ കാണും. അത് അവന്റെ കൂട്ടാളികളുമാകും. നമ്മളത് ചിന്തിച്ചതാ. അപ്പോൾ വചനാനുസരണത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ സഭയെ തകർക്കാൻ അവന്റെ ആയുധങ്ങൾ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ യുദ്ധത്തിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അതെ, മുഖാമുഖമുള്ള യുദ്ധം ഒക്കെ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ കഴിഞ്ഞ നൂറ്റാണ്ടില. ഇപ്പൊ എല്ലാം മിസൈൽ അയക്കുന്ന പരിപാടിയാണല്ലോ. ഇത് തന്നെ അവന്റെ കയ്യിലും നമുക്കിട്ട് അയക്കുന്ന മിസൈലുകളുണ്ട്. 25 മിസൈൽ ഞാൻ പറയാം. ഓരോന്ന് ചിന്തിച്ച് നോക്കിക്കോണം. ഇതിൽ ഏതെങ്കിലും ഓരോരുത്തരുടെ നേരെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ കർത്താവ് നമുക്ക് 10 എണ്ണം തന്നിട്ടുണ്ട്. അത് മതി. അതോടെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ അവന്റെ മിസൈലാണ് അധികാരമോഹം. അധികാരമോഹം എന്ന് പറയുന്നതാണ് അവന്റെ കയ്യിലിരിക്കുന്ന അതെനിക്ക് തോന്നുന്നൊരു വൈറസ് അറ്റാക്കാ. നമുക്കറിയാം റോമാലേഖനം 13 പറയുന്നത്, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. പക്ഷെങ്കിൽ ക്രൈസ്തവ സഭകളിൽ നടക്കുന്ന പടലപ്പിരിവിന്റെ മുഖ്യ കാരണത്തിൽ ഏറ്റവും ഒന്നാമത്തെ എന്താ അറിയാവോ? അധികാരം വേണം. ദൈവത്താൽ അല്ലാതെ അധികാരമില്ല. പക്ഷെങ്കിൽ അധികാരമോഹമല്ലേ സഭകളെ വെട്ടിക്കീറുന്നു, സഭകളെ ഭിന്നിപ്പിക്കുന്നു. അധികാരമോഹത്തിന്റെ വാക്യപത്രങ്ങളാ 1 കൊരിന്ത്യർ 6 പറയുന്ന ലജ്ജാകരമായ കാര്യം. അന്യജാതിക്കാരൻ്റെ ഒരിക്കൽ കേസിന് പോകുക, അഭക്തന്റെ ഒരിക്കൽ വ്യവഹാരത്തിന് പോകുന്നുവോ എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ ചോദിച്ചത്. ഇന്ന് നോക്കിക്കേ, അധികാരമോഹത്തിന്റെ വാക്യകാര്യമല്ലേ. എത്ര ലജ്ജാകരമാണ്. ക്രൈസ്തവ സഭകൾ അന്യജാതിക്കാരൊരിക്കൽ വ്യവഹാരത്തിന് പോകുന്നു,
ഇന്ത്യയിലെ കഥ പറയുകയാണെങ്കിൽ അവിടുത്തെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന കേസുകളുടെ എല്ലാം പ്രധാന ഭാഗം അഡ്വക്കേറ്റ് ഹിന്ദുക്കളാ, ഹൈന്ദവരാ. അവിടെ നമ്മുടെ രാജ്യത്തെ കാര്യം പറയാ, അവിടെ ക്രൈസ്തവ സഭകൾ കേസിന് കോടതിയിൽ പോയി പിടിക്കുന്ന വക്കീലന്മാരാരാന്നറിയാവോ? ഹൈന്ദവരെയാ. അവരാ ബ്രില്യൻസ്. അതിനാ പണം കൊടുത്തേ. അധികാരമോഹത്തിന്റെ ദുഃഖചരിത്രമാണ് ക്രൈസ്തവ സഭകൾ ആരാധിക്കേണ്ട സമയം, പാട്ടുപാടി പ്രാർത്ഥിക്കേണ്ട സമയം, കേസിനും വഴക്കിനും വക്കാലത്തിനുമായി സമയം ചെലവഴിക്കുന്നുണ്ടോ? അവന്റെ ആയുധം കണ്ടോ? ആ ആയുധം എത്ര മുമ്പിൽ, നമ്മുടെ മുമ്പിൽ നിരന്തരമുള്ളതാ. അധികാരമോഹം. അധികാരം എത്ര വർഷമാ? ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. പെട്ടിക്കകത്ത് കയറിയാൽ ഏത് അധികാരമാ? ആ ചിന്തയൊന്നുമില്ല. വേണ്ട, വയ്യാതെ കിടന്നാൽ അധികാരം വിട്ടുകൊടുക്കുകയില്ല. അധികാരമോഹം. രണ്ടാമത്തേത് നോക്കിക്കോണം, രണ്ടാമത്തേതാണ് സ്ഥാനഭ്രമം. അധികാരഭ്രമം പോലെ തന്നെയുള്ളതാണ് എന്താ? സ്ഥാനഭ്രമം. കർത്താവ് പറഞ്ഞത് എന്തുവാ? നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവനെ ശുശ്രൂഷിക്കണം. ഉദാഹരണം കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളെ ശുശ്രൂഷിക്കാനാ. അതിന്റെ എക്സാമ്പിളാണ് കർത്താവ് പാദം കഴുകിയത്. ഇതൊക്കെ എക്സാമ്പിളിൽ കൂടെ കാണിച്ചു തന്നു, ഉദാഹരണങ്ങളിൽ കൂടി കാണിച്ചു തന്നു. എന്നാൽ സ്ഥാനഭ്രമം, എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സംഗതി മാറും. എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ സ്ഥാനം മാറും. ദൈവത്താലല്ല അതൊരു സ്ഥാനമുണ്ടോ? കർത്താവ് നമുക്കെങ്കിലും നന്മ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ഥാനം തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? കർത്താവ് എന്നാ പറഞ്ഞേ? നിന്നെ വിരുന്നിന് വിളിച്ചാൽ നീ ഒടുവിലത്തെ സ്ഥലത്ത് പോയിരി. നിന്നെ അവർ വിളിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിനക്ക് അവിടെ റെസ്പെക്ട് ഉണ്ടാകട്ടെ. ഇത് തിരിച്ചാ അല്ലേ? ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്ന ദൈവദാസന്മാർക്കറിയാം അവർ സഹിക്കുന്ന പാട്. ഒരാളെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്തില്ല, സംഗതി തെറ്റി. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മളെ ആരെയും കുറ്റം പറയുകയല്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. അങ്ങനെ തെറ്റിക്കരുത്. അവന്റെ മിസൈൽ കാണിച്ചേരുക. സ്ഥാനഭ്രമം. മൂന്നാമത്തതാണ് ജഡേച്ഛകൾ. എന്താണെന്നറിയാവോ? ജഡേച്ഛകൾ. ഇച്ഛകൾ വേണ്ടെന്നല്ല, ഇച്ഛകള് മനുഷ്യന് ആരോഗ്യമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ നമുക്ക് ആരോഗ്യം തന്നിട്ട് നമ്മുടെ ന്യൂറോ സിസ്റ്റം, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതാ. പക്ഷെ ജഡേച്ഛകൾ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള മനുഷ്യൻ അകമേയുള്ള ആത്മീയനെ നിയന്ത്രിക്കുക. അതാണ് ജഡേച്ഛ. പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനും, ഔട്ടർ മാൻ ആൻഡ് ഇന്നർ പേഴ്സൺ. അകത്തെ മനുഷ്യൻ ആത്മീയനാ, പുറമേയുള്ള മനുഷ്യൻ ആത്മീയനല്ല. നമ്മുടെ ശരീരം ആത്മീയനല്ല. അവന് വല്ലതും ഭക്ഷണം കിട്ടണം, അവന് നല്ല വസ്ത്രം ധരിക്കണം, അവൻ എല്ലാ വിധത്തിലും സുഖിക്കണം, അവൻ ഇങ്ങനെ പോകണതാ പുറമേയുള്ള മനുഷ്യൻ. കാരണം അവനറിയാം ഇത് ദ്രവിച്ചോണ്ടിരിക്കുക. അതാണ് ഈ റിയാക്ഷൻ. അകമേയുള്ള മനുഷ്യൻ ദ്രവിക്കുകയല്ല, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുക. പുറമേയുള്ള മനുഷ്യൻ ഓരോ വയസ്സ് ചെല്ലുന്തോറും എന്ത് ചെയ്യുക? ഓരോ വയസ്സും തോറും നമ്മൾ വാർദ്ധക്യത്തിലേക്ക് വരുന്നു. അപ്പോൾ പുറമേയുള്ള മനുഷ്യനെ ഒരു ചിന്ത കുറച്ചുകൂടെ യൗവനത്തിലേക്ക് പോകണം. അതിനാണല്ലോ ഈ പരിപാടികളെല്ലാം ഒപ്പിക്കുന്നത്. അപ്പം അകമേയുള്ള മനുഷ്യനെ പുറമേയുള്ള മനുഷ്യൻ നിയന്ത്രിക്കുന്നതാണ് ജഡേച്ഛ. ഈ ജഡേച്ഛകളിലെ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ധാരാളമായിട്ട് നടക്കുന്നില്ലേ? അഞ്ചാമത്തെ കാര്യം ഗ്രൂപ്പിസം. ഇത് ഞാൻ അന്ന് പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പരിപാടിയാ ഗ്രൂപ്പിസം. ആ ഗ്രൂപ്പിസം ഇന്ന് ഏത് രീതിയിലായിട്ടുണ്ട്? ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഈ കരിമരുന്ന് പ്രയോഗം നമ്മളൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ? അതിനകത്ത് പ്രയോഗിക്കുന്നതാണ് ഈ വാണം അങ്ങോട്ട് മേലോട്ട് ചെല്ലും, ആകാശത്ത് ചെന്നിട്ട് പൊട്ടി ചെതറി പല ഷേപ്പിൽ ഇങ്ങനെ വീറും. ഇതുപോലെ സാത്താന്റെ സ്പ്ലിറ്റിംഗ് മിസൈലാണ് ഗ്രൂപ്പിസം. ഗ്രൂപ്പിസത്തിൽപ്പെട്ട് എത്ര സഭകൾ തകരുന്നു. ഗ്രൂപ്പിസത്തിന്റെ ബാക്കി പത്രം എത്ര പേർ വിശ്വാസം വിട്ട് പുറകോട്ട് പോകുന്നു. 3 പ്രശ്നങ്ങളാ. ഒന്ന് സഭകൾ തകരുന്നു. 2 പലരും വിശ്വാസം വിട്ട് പുറകോട്ട് പോകുന്നു. സാത്താന്റെ ഗ്രൂപ്പിസം സ്പ്ലിറ്റിംഗ് മിസൈൽ. 3 ഈ ഗ്രൂപ്പിസം കണ്ടിട്ട് ആരും കൃപയിൽ വരാൻ പലരും മടിക്കുന്നു. അതാണ് അവൻ ആവശ്യം. കർത്താവ് പറഞ്ഞത് എന്തുവാ? അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിനെ. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നത് 2-3 പ്രാവശ്യം പ്രത്യേകം കർത്താവ് പറയാ, പരിശുദ്ധ പിതാവേ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിനെ. നേരെ തിരിച്ചാണ്. ഏറ്റവും ശക്തമായ അവന്റെ മിസൈലാണ്, സ്പ്ലിറ്റിംഗ് മിസൈലാണ് ഗ്രൂപ്പിസം. അടുത്തത് 6-ാമത്തെ അവന്റെ ആയുധമാണ് തികഞ്ഞു എന്ന ചിന്ത. എന്തെങ്കിലും ഒരു സ്ഥാനമാനമോ അല്ലെങ്കിൽ അല്പം കൃപാവരവോ, പ്രാർത്ഥിക്കാൻ കഴിവോ, പ്രസംഗിക്കാൻ കഴിവോ, നല്ലപോലെ പാടാൻ കഴിവോ ഒക്കെ ഉണ്ടെന്ന് ധരിച്ചാൽ പിന്നെ ഉടനെ എന്തുവാ?
തികഞ്ഞവനായെന്ന ചിന്ത. മൂന്നാം സ്വർഗം വരെ പോയ പൗലോസ്ലീഹ പറയുന്നത് ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായോ എന്നല്ല, എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള പരമവള്ളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ലഭിച്ചെന്നല്ല, പർദീസ വരെ പോയ ആ ദൈവദാസൻ പറയുക എനിക്കും അത് പ്രാപിക്കാമോ. എന്നാൽ ഇന്ന് നോക്കിക്കേ, പലരുടെയും ഭാവം എനിക്കെല്ലാം തികഞ്ഞു എന്ന ഭാവം സാത്താൻ കൊണ്ടുതരുന്ന തികഞ്ഞു എന്ന ഭാവം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റാ. അവന്റെ ക്യാരക്ടറാണല്ലോ അഹങ്കാരം. അതിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആണ് തികഞ്ഞു എന്ന ഒരു ചിന്ത വരുന്നത്. എല്ലാം തികഞ്ഞു എന്ന ഒരു കാര്യം, തികഞ്ഞു എന്ന ചിന്ത. അടുത്തത് കുമഞ്ഞുകൂടുന്ന സ്വത്തുക്കൾ. ധനം നമുക്ക് ആവശ്യമാ, പണം നമുക്ക് ആവശ്യമാ. പക്ഷെങ്കിൽ കുമിഞ്ഞുകൂടുന്ന സ്വത്തുക്കൾ വന്നാൽ എന്തു പറ്റും? വചനം പറയുന്നു, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കും. ആരാധനയോടുള്ള കോൺസെൻട്രേഷൻ പോകും. കാരണം ഈ സമ്പത്തിന്റെ കാര്യം നോക്കാൻ പോവുമോ ബുദ്ധി, അതോ ആരാധിക്കാൻ പോവുമോ? സമ്പത്ത് നമുക്ക് ആവശ്യമാ, നമുക്ക് വീട് ആവശ്യമാ, വാഹനം വേണം, സമ്പാദ്യം വേണം. പക്ഷെ അതിനെല്ലാം അവനവന്റെ പ്രായത്തിനും അവനവന്റെ ഫാമിലിക്കും അവനവന്റെ ആവശ്യത്തിനും അവനവന്റെ സറൗണ്ട്സിനും തക്കവണ്ണം പോരെ. അതിനപ്പുറം ഈ വാരിക്കുട്ടി എവിടെ കൊണ്ടുപോകും? ഇത് ആർക്ക് കൊടുക്കാനാ? അപ്പോൾ നോക്കിക്കേ, ചിന്ത കൊണ്ട്. അതെ, ഈ ധനം എന്ന് പറയുന്നത് കർത്താവിന്റെ ഭാഷ അറിയാമല്ലോ, മാമോൻ, ലോകത്തിൻ്റെതാ. അത് നമുക്ക് ആവശ്യമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ. പക്ഷെങ്കിൽ അതിന്റെ സമ്പത്തുകൾ വർദ്ധിച്ചു വരുമ്പോൾ മനസ്സ് ദൈവത്തിൽ നിന്ന് മാറി സമ്പത്തിലേക്ക് പോകും. ഒരുപാട് സറൗണ്ടിങ്സും, ആരുടെയും കുറ്റമല്ല, ഭയങ്കര സറൗണ്ടിങ്സും എല്ലാം ഉള്ള ഒരു വ്യക്തിയെ സങ്കല്പിച്ച് ആരാധനയ്ക്ക് പോയി 2 മണിക്കൂർ ഇരുന്നാൽ പുള്ളി അവിടെ ഇരിക്കും, മനസ്സ് അവിടെങ്ങും അല്ലായിരിക്കും. അതാ കർത്താവ് പറഞ്ഞ, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ മനസ്സിരിക്കും. എവിടെയാ നിക്ഷേപം? അവിടെ മനസ്സ്. നമ്മൾ ആരാധനയ്ക്ക് പോയിരിക്കുമ്പം ഒരുപാട് ബഹുലമായ സറൗണ്ട്സിങ് ഉണ്ടെങ്കിൽ ആരുടെ കുറ്റമല്ല, അതിലേക്കേ ശ്രദ്ധ പോകത്തുള്ളൂ. ആരാധനയിലുള്ള ശ്രദ്ധ മാറും, അവിടെ ഇരിക്കുമെന്നേ ഉള്ളൂ. മലയാളത്തിൽ പറയും മിഴിയുടെ മനമങ്ങും. സമ്പത്തുകൾ വർദ്ധിച്ചു കഴിയുമ്പോൾ ആത്മീയം ഓട്ടോമാറ്റിക്കായിട്ട് മങ്ങി നിവയ്ക്കൊണ്ട്. സമ്പത്ത് വേണ്ടെന്നല്ല, ഭവനം വേണ്ടെന്നല്ല, സമ്പാദ്യം വേണ്ടെന്നല്ല, ബാങ്കിൽ കാശ് ഇടരുതെന്നല്ല, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ആത്മീയത്തിന്റെ മുകളിൽ വരുന്ന സകലതും ലൗകികമാണ്. ആത്മീയത്തെ കാരണം 70, 80, 90 വർഷത്തെ ജീവിതമേ ഇവിടെ ഉള്ളൂ. നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് നിത്യതയാ. ആ നിത്യതയിലേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ. അപ്പൊ നമ്മളെ വീഴിക്കുവാൻ അവൻ അടിക്കുന്ന ഒരു അവന്റെ ഒരു ആയുധമാണ് കുമിഞ്ഞുകൂടുന്ന സമ്പത്ത്. നോക്കിക്കോണം. അടുത്തതാണ്, അത് നിമിത്തം ഉണ്ടാകുന്ന കുഴപ്പമാണ് സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ ലോകത്തോട് അടുപ്പം കൂടും. അതൊരു കണക്ഷനാണ്. നമുക്ക് സമ്പത്തുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോകത്തോട് അടുക്കും. ലോകമെന്ന് പറയുന്നത് നമ്മൾ ലോകത്തിൽ സഞ്ചരിക്കണം, ലോകത്തിൽ കൂടി സഞ്ചരിക്കണം. അല്ലാതെ ലോകത്തിൽ ജീവിക്കുകയല്ല നമ്മൾ. വി ലിവ്സ് ത്രൂ ദ വേൾഡ്. ലോകത്തിൽ കൂടി നമ്മൾ. അതാണ് പരദേശയാത്ര, മോക്ഷയാത്ര, പരദേശികൾ. വള്ളം വെള്ളത്തിൽ കിടക്കാനുള്ളതാ, കരക്കെടുത്ത് വെക്കാനുള്ളതല്ല. പക്ഷെ വള്ളത്തിനകത്ത് വെള്ളം കയറിയാലോ വെള്ളം മുങ്ങും. നമ്മൾ ലോകത്തിൽ ജീവിക്കണം. നമ്മുടെ അകത്ത് ലോകം വന്നാലോ? ഈ പ്രീ റാപ്ചർ പീരീഡിൽ നോക്കിക്കേ, ധാരാളം ദൈവമക്കളെ കുഴയ്ക്കുന്ന ഒരു കാര്യമാ ലോകത്തോട് കൂടുതൽ അടുപ്പം. ലോകത്തിന്റെ അട്രാക്ഷനിലേക്ക് വീഴുവാൻ വിശേഷിച്ച് പുതിയ തലമുറകൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ സ്വതന്ത്രരാണവർ. അതൊക്കെ അവന്റെ ടെക്നോളജിയാ. ഒരു പരിധിക്കപ്പുറം ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു റിയാക്ഷനാ. ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞപ്പം ഞാനും ഉണ്ട്, എന്റെ മൊബൈലും ഉണ്ട്, എന്റെ മുറിയും ഉണ്ട്. സിസ്റ്റത്തിൽ വന്നില്ലേ പുതിയ തലമുറ? അല്ല, ഞാനും ഉണ്ട്, എന്റെ കമ്പ്യൂട്ടറും ഉണ്ട്, എന്റെ മുറിയും ഉണ്ട്. ആർക്കെങ്കിലും അടുക്കാൻ ഒക്കുവോ? ഇതാണ് തന്മയത്വമായി ലോകത്തോട് അടുപ്പിക്കുക. ലോകത്തോട് അടുത്തു കഴിഞ്ഞാൽ ലോക സ്നേഹം, ദൈവത്തോട് ശത്രുത്വം. അതിനെ വളരെ ഹാർഡായിട്ടല്ലേ യാക്കോബ് പറയുന്നത്? വ്യഭിചാരിണികളായുള്ളവരെയാണ് അങ്ങനെയുള്ളവരെ വിളിക്കുന്നത്. ലോക സ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ലോകത്തോട് കൂടുതൽ അടുപ്പിക്കുക.
അത് നിമിത്തമാണ് 9ാമത്തെ മിസൈലാണ് സ്വതന്ത്ര ചിന്ത. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഷുഡ് ബി കണക്റ്റഡ് ടു ദി ഹോളി സ്പിരിറ്റ്. ഒരാത്മീയന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മുടെ ചിന്തകൾ ആത്മീയവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണം. സ്പിരിച്വാലിറ്റിയിലായിരിക്കണം. ജോലി ചെയ്യാം, ബിസിനസ് നടത്താം, കൃഷി ചെയ്യാം, ഇതെല്ലാം ചെയ്യാം, പക്ഷെ ചിന്തകൾ ജഡീകമാകരുത്. അതിനാ ഞാൻ ആദ്യമേ പറഞ്ഞ് നമുക്ക് അഭിഷേകം ഒടുവിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ. ഒടുവിൽ ലോകത്തോടെ സ്വാതന്ത്ര്യം കൂടിക്കഴിയുമ്പോൾ ഒരുപാട് സാത്താൻ നമ്മളെ കയറി പിടിക്കും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയെന്ന് പറയുന്നത് എന്താ? പാപത്തിൽ നിന്നും ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്ന, പാപത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കി, സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കി, പാപത്തിൽ നിന്നും ദുഷ്ടന്റെ ശക്തിയിൽ നമ്മളെ സ്വതന്ത്രരാക്കി. പക്ഷെ നമ്മൾ വചനത്തിനകത്ത് നിൽക്കാനുള്ളവരാ. സ്വതന്ത്ര ചിന്തകളാണ് ഏറ്റവും അപകടം. അതിന്റെ സ്വതന്ത്ര ചിന്തയുള്ളതിന്റെ റിയാക്ഷനാണ് 10ാമത്തേത് ദുരുപദേശങ്ങൾ. ക്രൈസ്തവ സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും ദുരുപദേശങ്ങളില്ല. ഇനി അതിനകത്ത് തന്നെ ഒന്ന് നോക്കിക്കോണം. വ്യവസ്ഥാപിതമായ സഭകളുണ്ടല്ലോ, അവർക്ക് അവരുടെ ഒരു വിശ്വാസമുണ്ട്, അതിനകത്ത് അവർ നിൽക്കും. അതിന് പുറത്തോട്ടുമില്ല അകത്തോട്ടുമില്ല. എവിടെയാണ്? സുവിശേഷ വിഹിത സഭകൾക്കകത്താണ് ദുരുപദേശങ്ങൾ വരുന്നത്. കാരണം സ്വതന്ത്ര ചിന്ത ദുരുപദേശങ്ങളുടെ കൂമ്പാരത്തിലല്ലേ നിൽക്കുന്നത്. യേശുവും ക്രിസ്തുവും രണ്ടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ? അങ്ങനെ എന്തെല്ലാം ഉപദേശങ്ങളാ? വചനത്തിന് നിരക്കാത്ത ദുരുപദേശങ്ങൾ ഏതെല്ലാം? പ്രോസ്പെറിറ്റി തിയോളജി. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നേരെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്. തൃത്വത്തെ നിഷേധിക്കുക, പ്രോസ്പെറിറ്റി തിയോളജി, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ, തൃത്വത്തെ നിഷേധിക്കുന്ന എന്തെല്ലാം പ്രസംഗങ്ങൾ. അത് തന്നെയാണോ ദൈവമക്കൾക്ക് എല്ലാം നല്ലതേ ഉള്ളൂ, ഇവിടെ ഒരു സ്വർഗം? കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുന്നതിന്. കഷ്ടം വരാൻ 3 കാര്യമാണ്. 1, ലോകത്തിൽ നമ്മൾ നീക്കുന്ന ലോകത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കഷ്ടം. 2, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നമ്മളെ കൂട്ടാളികളാക്കുക. 3, ദൈവനാമ നിമിത്തം സുവിശേഷ നിമിത്തം കഷ്ടം. ഇതൊന്നുമില്ല. ദുരുപദേശങ്ങളുടെ കൂമ്പാരവാ. ആരാധനയുടെ സ്റ്റൈലെല്ലാം മാറ്റുക. ആരാധന എന്താന്നുള്ള വിശുദ്ധ സഭ നിങ്ങൾ കൂടി വരുമ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം മാറ്റി ദുരുപദേശങ്ങൾ വളരെ ശക്തമായിട്ട് സാത്താൻ കയറ്റുകയാണ്. അടുത്തത് വിശ്വാസരാഹിത്യം. വിശ്വാസരാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉണ്ട്, പിന്നെ എനിക്ക് ഇനി ഒരു ദൈവം വേണോ? ഇനി എവറിതിങ് ഈസ് ഇൻ മീ, വിത്ത് മീ. എനിക്ക് പണമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് എന്റെ ടെക്നോളജി ഉണ്ട്, എനിക്ക് അറിവുണ്ട്. ആ വിശ്വാസരാഹിത്യം വരുന്ന സൗകര്യങ്ങൾ കൂടുമ്പോൾ വിശ്വാസരാഹിത്യം വരും. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഒരു ഹോസ്പിറ്റൽ, ഒരു ചികിത്സാ സൗകര്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ വാഹനമില്ല, അടുത്തെങ്ങും ഒരു ഹോസ്പിറ്റലും ഇല്ല, വാഹനവും ഇല്ല. അസുഖം വന്നാൽ തമ്പുരാനെ വിളിക്കും. ഇപ്പൊ അതല്ല, അസുഖം വന്നാൽ കാറെടുത്ത് ഹോസ്പിറ്റലിൽ പോകാം. തെറ്റെന്നല്ല. സൗകര്യങ്ങൾ കൂടുമ്പോൾ വിശ്വാസത്തെ കുറയ്ക്കാൻ സാത്താൻ ശ്രമിക്കും. അതാണ് അവന്റെ ടെക്നോളജി. ഞാൻ ടെക്നോളജിക്ക് നമ്മൾ ആരും എതിരല്ല, പക്ഷെങ്കിൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ വിശ്വാസത്തിന്റെ അളവ് കുറയും. കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താലാ ജീവിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം ഉണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണെന്നുള്ളതായ ആ ഒരു ചിന്ത അങ്ങ് മാറി. എല്ലാം ഉണ്ട് ഇല്ലേ? അതാണ് ഈ ദൈവാശ്രയം കുറഞ്ഞു വരുന്ന വിശ്വാസരാഹിത്യം. അടുത്തത് 12ാമത്തെ അവന്റെ മെസ്സേജിലാണ് മരണഭയം. എല്ലാം പറയുന്നേ ഉള്ളൂ, പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിയുമ്പം പേടിയാ. എന്താ? എങ്ങോട്ടാ പോകുന്ന ഉറപ്പില്ല. അതുകൊണ്ടാണ് ഈ മരണഭയം വരുന്നത്. ധൈര്യത്തോടെ പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവും. ഒരു ദൈവവേദത്തിൽ മരിച്ചാൽ നേട്ടവാ, പ്രമോഷനാ പറുദീസയിലേക്ക്. ആ ചിന്ത വരത്തില്ല. മരണഭയം പലരെയും പിടിച്ചിരിക്കുക. മരണഭയം. എന്തെങ്കിലും 2 അസുഖം കൂടി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ കൂടുന്ന എന്നാ? പോക്കടിക്കുക എന്നുള്ള പേടിയാ. ഈ പോക്കടിച്ചാൽ എങ്ങോട്ടാന്നുള്ള ഉറപ്പില്ലതാ. എങ്ങോട്ടായി പോയാൽ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലത്തേക്കാ പോകുന്നുള്ള ആ ധൈര്യം പ്രായോഗികമില്ല. അടുത്തത് ദൈവകൃപയേക്കാൾ ടെക്നോളജിയെ ആശ്രയിക്കുക. ടെക്നോളജി വേണം. ഇപ്പൊ ടെക്നോളജിയിലാണ് ഈ പ്രസംഗം നടക്കുന്നത്. ടെക്നോളജിയിൽ കൂടിയാണല്ലോ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത്, ഞാൻ നിങ്ങളെ കാണുന്നു. പക്ഷേ ഇതിനെ മേളിലായിരിക്കണം ദൈവത്തിന്റെ കൃപ.
ആദ്യം കൃപ മാറ്റി വെച്ച് ടെക്നോളജി പോയാൽ എന്താ? ടെക്നോളജി വേണം, ടെക്നോളജി ഇല്ല പറ്റത്തില്ല. പക്ഷേ ടെക്നോളജി കൊണ്ട് നടന്നാൽ ഒക്കത്തില്ല, ദൈവ കൃപ വേണം. ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം, അദ്ദേഹം പ്രസംഗം മുഴുവൻ മൊബൈലിനകത്ത് മുഴുവൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊബൈലിൽ പ്രസംഗിക്കാൻ വരുന്ന സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല. വന്നു പ്രസംഗിക്കാൻ, ഇവിടുന്ന് വന്നതാ പ്രസംഗിക്കാൻ, മൊബൈലിനകത്ത് പ്രസംഗം എല്ലാം തയ്യാറാക്കി വന്നു. അപ്പൊ പ്രസംഗ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാറയിലിരുന്ന് മൊബൈലിനകത്തിരുന്ന് ആരോടൊക്കെ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു. തെറെ ഫോണിൽ കൂടെ ചാറ്റെല്ലാം ചെയ്താ കയറി വന്നത്. എന്ത് പറ്റിയെന്നറിയാവോ? പുൽപ്പിറ്റി കയറിയപ്പോ മൊബൈലിന്റെ ചാർജ് പോയി, ഉള്ളിയുടെയും ചാർജ് പോയി. ടെക്നോളജിയിൽ ആശ്രയിച്ചതാ. ആ സമയത്ത് കൃപയിൽ ആശ്രയിച്ചിരുന്നെങ്കിലോ? നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. മൊബൈലിന്റെ ചാർജ് പോയത് ഉള്ളി അറിഞ്ഞില്ല, മൊബൈലിന്റെ ചാർജ് പോയി, ഉള്ളിയുടെയും ചാർജ് പോയി. കൃപയിൽ ആശ്രയിക്കണം. ടെക്നോളജി വേണ്ടെന്നല്ല, ടെക്നോളജി ഉപയോഗിക്കണം, കാലത്തിനനുസരിച്ച് നമ്മളെ ഉപയോഗിക്കണം. പക്ഷെങ്കിൽ ടെക്നോളജിയേക്കാൾ നമ്മൾ കൃപയ്ക്കായിരിക്കണം ആക്കം കൊടുക്കേണ്ടത്. അടുത്തത് ദൈവകൃപയേക്കാൾ. അടുത്തത് കേട്ടോണം, വിശുദ്ധ ആരാധനയുടെ തനിമത നഷ്ടപ്പെടുത്തുക. അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാ. ത്രിയേക ദൈവം നമ്മുടെ ആലയത്തിലുണ്ട് എന്നുള്ള ഭയവും സന്തോഷവും ഭക്തിയും ധൈര്യവും വിശ്വാസവും, അഖിലാണ്ടത്തെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ദൈവ സാന്നിധ്യം നമ്മുടെ ആലയത്തിൽ ഉണ്ട് എന്നുള്ള ഭയവും ഭക്തിയും സന്തോഷവും വിശ്വാസവും ധൈര്യവും, ആരാധനയുടെ തനിമ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ആരാധനയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അത് ഇന്നത്തെ കാലത്ത് നോക്കിക്കേ, ആ ഭക്തിയോടെ ഞാൻ നിന്റെ ആലയത്തിലേക്ക് വന്ന് 4 സങ്കീർത്തനം പറഞ്ഞ് ഭക്തിയോടെ ആരാധിക്കുമെന്ന. ഇന്നതാണോ പലർത്തും നടക്കുന്നത്? ഭക്തിയോടെയാണോ ആരാധിക്കുന്നത്? ആരാധനയ്ക്കകത്ത് എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോവും പലരും, ഇല്ലേ? ആരാധന അലക്ഷ്യമാക്കുക. സാത്താന്റെ ഇവൻ ആരാധിക്കുമ്പോൾ ഇവന് സ്വർഗത്തിലേക്ക് ചെല്ലുക, അവന്റെ ആത്മാവ്, ഇതവനറിയാം. അവിടെ വചനം ചെല്ലുമ്പോൾ വചനം ഹൃദയത്തിലേക്ക് വരും, ഹൃദയത്തിലേക്ക് വരും. അതാണ് ആരാധനയെ അലക്ഷ്യമാക്കുക. അടുത്തത് ഏറ്റവും വലിയ ടെക്നോളജി അവന്റെ വചനവിരുദ്ധമായ രോഗശാന്തി ശുശ്രൂഷയും ഭൂതശാന്തി ശുശ്രൂഷയും. വചനവിരുദ്ധമായിട്ടുള്ളതാ. പുതിയ നിയമത്തിൽ എങ്ങനെ രോഗശാന്തി ശുശ്രൂഷ എന്നൊരു ശുശ്രൂഷയോ ഭൂതശാന്തി ശുശ്രൂഷയോ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. രോഗികളെ സുഖപ്പെടുത്താം. ഇപ്പൊ പാസ്റ്റർ എ.എം. വർഗീസ് ഭൂട്ടാനിലെ ഓവർസിയറാ, അദ്ദേഹം അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു. ഒരു രോഗി വരട്ടെ, അദ്ദേഹം അഭിഷിക്തനാ, ആ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ, സൗഖ്യം വരട്ടെ. അത് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വരമാ. പക്ഷെ ഇന്നതാണോ നടക്കുന്നത്? ഇന്ന് പ്രൊഫഷനല്ലേ രോഗശാന്തി ഭൂതശാന്തി എന്തെല്ലാം പരിപാടിയാ. ഒരു ഭൂതശാന്തിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, ദൈവദാസൻ പ്രസംഗിക്കുന്ന കേട്ടു. സീനിയർ ഭൂതോളജിസ്റ്റും ജൂനിയർ ഭൂതോളജിസ്റ്റും കൂടി ഭൂതത്തെ ഇറക്കുക. അപ്പൊ ജൂനിയർ ഭൂതോളജിസ്റ്റിനെ പഠിപ്പിക്കുക ഭൂതത്തെ ഇറക്കാൻ. അപ്പൊ സീനിയർ പറഞ്ഞു നീ ഇറക്കുന്നതിനെ, ഭൂതം ഇങ്ങനെ ഇരിക്കുക. ഈ ജൂനിയർ അങ്ങോട്ട് കയറി വിട്ടുപോ. ഉടനെ ഭൂതം ഞാനല്ലേ നിന്നോട് കൽപ്പിക്കുന്നത് വിട്ടുപോകാൻ. ഉടനെ ഭൂതം ഒന്നുകൂടെ നീട്ടി ജനം കേട്ടോണ്ടിരിക്കുക. ഉടനെ ഈ ജൂനിയർ ഭൂതോളജിസ്റ്റ് എഴുന്നേറ്റ് ബൈബിൾ അങ്ങോട്ട് 91 സങ്കീർത്തനം നിവർത്തി പിടിച്ച് 2 ആട്ടാട്ടിയെ ചോദിച്ചു, ഇതെന്നതാണെന്നറിയാമോ? ഉടനെ ഭൂതം പറഞ്ഞു അത് എന്നാണെന്ന് അറിയാമെങ്കിൽ താഴ്ന്നിട്ട് ആട്ടുകയിലായിരുന്നു പറഞ്ഞു. ഇതെല്ലാം വെറും പ്രൊഫഷണൽ പരിപാടിയാ. രോഗശാന്തിയും ഭൂതശാന്തിയും ഉണ്ട് ദൈവമക്കളെ, പക്ഷെ അത് പ്രൊഫഷണൽ അല്ല. നമ്മൾ ശുശ്രൂഷിക്കുന്നിടത്ത് ഒരു ഭൂതം വന്നാൽ ഇറക്കണം. അല്ലാതെ ഭൂതത്തെ തേടി ഒരു ദൈവദാസൻ പോയി വചനത്തിലുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ എവിടെയാ ഭൂതമുണ്ട് ഞാൻ ഇറക്കിത്തരാം. ഇതിനാ പൈസ ഉണ്ടാക്കാൻ. കർത്താവ് അതല്ലേ പത്രോസ്ലീഹ പറഞ്ഞത്, നിങ്ങളെ കച്ചവടച്ചരക്കാക്കും. വചനവിരുദ്ധമായ രോഗശാന്തി ശുശ്രൂഷ, ഭൂതശാന്തി ശുശ്രൂഷ. അടുത്തത് നോക്കിക്കോണം, അത്യാഗ്രഹം. ഞാൻ അവസാനിപ്പിക്കട്ടെ, ടൈം പോവുകയാണ്. അനുസരണക്കേട് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ. അനുസരണക്കേട്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവരുടെ വാക്കുകൾക്ക് അവർ കണക്ക് ബോധിപ്പിക്കാനുള്ളവരാ. മാതാപിതാക്കളെ അനുസരിക്കണം, നടത്തുന്ന ദൈവദാസന്മാരെ അനുസരിക്കണം, മേലധികാരികളെ അനുസരിക്കണം, പ്രായമുള്ള മൂപ്പന്മാരെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഉണ്ടോ? സൗകര്യമാരുടെ മുഖം ചുളിക്കരുത്. ബൈബിളാ അങ്ങനെ പഠിപ്പിക്കുന്നത്. അനുസരണത്തിന്റെ കാലം മാറിയ കാലമല്ലേ ഇന്ന്. അനുസരണക്കേടു എന്താ? ഈക്വൽ എന്ന് പറഞ്ഞ് വരിക അല്ല. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാ. പ്രായമുള്ളവരെ അനുസരിക്കണം, ഏറ്റവും പ്രധാനമായിട്ട് അധികാരികളെ അനുസരിക്കണം, നിയമം അനുസരിക്കണം, നടത്തുന്നവരെ അനുസരിക്കണം, അവർ അക്കൗണ്ടബിൾ. അവര്
ദൈവദാസന്മാരെ അനുസരിച്ചേ ഇരു. അത് നമ്മുടെ അഭിമാനമൊന്നും പോകത്തില്ല. അനുസരണക്കേട്, സാത്താന്റെ അനുസരണക്കേടെന്ന് പറഞ്ഞാണല്ലോ ആദ്യത്തെ പാപം. അതാണല്ലോ ഇന്നും അനുസരണക്കേട് വർദ്ധിച്ചു. അടുത്തത് അന്യമതങ്ങളെ ആവശ്യമില്ലാതെ വിമർശിക്കുക, വടി കൊടുത്ത് അടി മേടിക്കുക. അന്യമതങ്ങളെ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മളുടെ നല്ലതങ്ങ് പറഞ്ഞാൽ മതി. ബൈബിളിലെ നമ്മൾ തിരുവചനമാണ് നമ്മുടെ ആധാരം. ഏതൻസിലെ വിജാതീയ ക്ഷേത്രത്തിലല്ലേ പൗലോസ് ചെന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞ പറഞ്ഞ അദ്ദേഹം കണ്ടത് എന്തുവാ? അൺനോൺ ഗോഡ്, അജ്ഞാത ദേവനെന്ന് എഴുതി അവിടെ കത്തിച്ച് വെച്ച് വിളക്കം കത്തിവെച്ച് പൂവിട്ടിരിക്കുന്നു. ഇന്നത്തെ പൗലോസുമാരെങ്ങാനുമായിരുന്നു എന്നതായിരുന്നേനെ അവിടെ. എന്നാ മണ്ടത്തരായി കാണിക്കുന്നത്, എന്നാ ബുദ്ധിയുടെ നീയൊക്കെ കാണിക്കുന്ന മണ്ടന്മാർ. ഇതാണോ പൗലോസിന്റെ ഭാഷ? കണ്ടോ സഹോദരന്മാരെ, ഞാൻ ചുറ്റി നടന്നു നോക്കുമ്പോൾ നിങ്ങൾ നല്ല ഭക്തിയുള്ളവരാ, പക്ഷെ ഞാനൊരു കാഴ്ച കാണുന്നു. അന്യദേവനെന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാത്തതിനെ എനിക്കറിയാം. അത് കണ്ടോ ഡിപ്ലോമാസി. ഇതാണോ അധികവും നമ്മുടെ ആളുകളെ അടി മേടിക്കുന്നത്? അന്യമതങ്ങളെ വിമർശിച്ച. അന്യമതങ്ങളെ വിമർശിക്കാൻ നമുക്ക് ബൈബിളിൽ കാണിക്കുന്നില്ല. ജാതികളുടെ വിഗ്രഹങ്ങളുടെ പുറകെ പോകരുത്, നമ്മൾക്കത് പാടില്ലെന്നാ. പക്ഷെ അവരെ വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. അവരെ നമ്മുടെ കൃപയിലേക്ക് കൊണ്ടുവരാനാണ്. അന്യമതങ്ങളെ വിമർശിക്കുക അലസത. ഒടുവിലായി പറയട്ടെ, സാത്താന്റെ ടെക്നോളജിയാ. സഭയെ സ്നേഹിക്കരുത്. സഭ എന്തുവാ? ക്രിസ്തുവിന്റെ കാന്തയാ. ആ സഭാ സ്പിരിറ്റല്ല ഞാൻ പറയുന്നത്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ നാം സ്നേഹിക്കപ്പെടുന്നത്. ഒരിക്കലും സഭാ സ്പിരിറ്റ് അല്ല. സഭ എന്തുവാ? ഈ ലോകത്തിലെ ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവ് വരുന്ന ഒരു വ്യക്തിയെ ചേർക്കാനുമല്ല, സഭയെ ചേർക്കാനാ. ആ സഭയെ സ്നേഹിക്കണം. ഈ സഭയെ സ്നേഹിക്കാതിരിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സഭയിൽ. അവർക്ക് സഭയോടല്ല സ്നേഹം, അവർക്ക് അവരുടെ വ്യക്തിഗതമാ, പേഴ്സണൽ താല്പര്യങ്ങളാ. ദൈവദാസന്മാരെ ആവശ്യമില്ലാതെ വിമർശിക്കുക. ദൈവദാസന്മാരെ വിമർശിക്കാൻ നമുക്ക് സിസ്റ്റമില്ല. അവർ തെറ്റിയവരുടെ അടി കൊടുക്കുന്ന സ്വർഗമാ. അവരെ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. വിമർശിക്കാൻ നമുക്ക് അധികാരമില്ല. 90 വർഷം വയസ്സുണ്ടായിരുന്ന ഏലി പുരോഹിതൻ കുഴച്ചിൽ കാണിച്ചിട്ട് തമ്പുരാൻ കഴുത്തൊടിച്ചാ കൊന്നത്. നടത്തുന്നവരെ നേരെ വിരൽ ചൂണ്ടിയാൽ 4 വിരൽ തിരിച്ചാന്നുള്ള ചിന്തയില്ല. നടത്തുന്നവരെ വിമർശിക്കുക, അവർക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുക, അവരുടെ ആത്മീയത്തെ തടസ്സപ്പെടുത്തത്തക്കൊണ്ട് ചെയ്യുക. ഇതെല്ലാം അവന്റെ ടെക്നോളജിയാണ്. ഈ കാര്യങ്ങൾക്കെതിരായി ഞാൻ 10 കാര്യങ്ങൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കയ്യിൽ 10 മിസൈൽ ഉണ്ട്, അത് വേഗം പറയാം. അപ്പോൾ മനസ്സിലാകും ഇവന്റെ ഈ 25 മിസൈലിനെയും നിഷ്പ്രഭമാക്കാം. അതാണ് നമുക്ക് അത് തന്നോണ്ടാണ് സഭ ആരംഭിച്ചത്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അതിനാണ് സഭ ആരംഭിച്ചത് വിത്ത് ഹോളി സ്പിരിറ്റ്. സഭ ആരംഭിച്ചിട്ടല്ല ഹോളി സ്പിരിറ്റ്. പോറിംഗ് ഹോളി സ്പിരിറ്റ് ചർച്ച് സ്റ്റാർട്ടഡ്. മനസ്സിലായോ? സഭ ആരംഭിച്ചു കഴിഞ്ഞല്ല പരിശുദ്ധാത്മാവിനെ നൽകിയ സഭ സ്ഥാപിച്ചത്. ഈ പവർ, നമ്മൾ പവറിൽ നിന്നാ മതി, അവന്റെ ഒരു കളി നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ അടിക്കേണ്ട സ്നേഹത്തിന്റെ മിസൈൽ. എഫേസ്യർ 3:17-18 വാക്യങ്ങളാണ്. ഞാൻ സമയം തീർന്നുകൊണ്ട് വായിക്കുന്നില്ല. നീളം, വീതി, ഉയരം. എന്താണ് നമ്മുടെ സ്നേഹത്തിന്റെ നീളം? ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം, തന്റെ ഏകജാതനായ പുത്രനെ നൽകിയത്. എന്താണ് നമ്മുടെ സ്നേഹത്തിന്റെ വീതി? നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം. 3 ആഴം, നമ്മൾ തമ്മിലുള്ള സ്നേഹം. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നറിയും. മൂന്നാമത്തെ കാര്യം, എന്തെല്ലാം ഉണ്ടെങ്കിലും സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കണം. യെശയ്യാ 26. ഈ ലോകത്തിലെ മുഴുവൻ ഫ്ലോട്ടിങ്ങാ. ധനം, സൗന്ദര്യം, സ്ഥാനമാനം, പേര്, പ്രശസ്തി, ഇതെല്ലാം ഫ്ലോട്ടിങ്ങാ, ഒഴുകിപ്പോകും. ദൈവത്തിൽ ആശ്രയിച്ചാൽ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. നാലാമത്, സാത്താൻ ഏറ്റവും ഭയമുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന മിസൈലാണ് ജീവിതത്തിന്റെ വിശുദ്ധി. ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുക. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. സാത്താൻ ഏറ്റവും ഭയമുള്ള ഒരു മിസൈലാണ് വിശുദ്ധി. നമ്മുടെ വിശുദ്ധി ഉണ്ടോ താക്കാൻ അടുക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. നമ്മുടെ ക്വാളിറ്റി ഉയർത്തുന്നതാ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നാലാമത്തേതാണോ ക്വാളിറ്റിയാണ്. അഞ്ചാമത്തത് അനുസരണം. ഏതിനെ?
ആത്മാവിനെ, വാക്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കാര്യം അതാണ്. 6-ാമത്തെ കാര്യം, എന്തെല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആരും വേർതിരിക്കത്തില്ല. എന്റെ ജോലി, എന്റെ വീട്, എന്റെ വാഹനം, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ആരും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കത്തില്ല. റോമർ 8:35 അറിയാമല്ലോ. അടുത്ത നമ്മുടെ യുദ്ധത്തിൽ നമുക്ക് സ്പിരിച്വൽ വാർഫെയറാ, സാത്താനുമായിട്ടുള്ള യുദ്ധമാ. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ വേണ്ടത് ഇന്റലിജൻസ് വർക്കാ. ഉണ്ടല്ലേ? എന്താ, ഇന്ന സ്ഥലത്ത് ശത്രു ഉണ്ടെന്ന് ഇന്റലിജൻസ് ഇൻഫർമേഷനാ. അത് നമുക്ക് ഒരു ഇന്റലിജൻസ് വർക്കുണ്ട്. ഏതാണ് നമ്മുടെ ഇന്റലിജൻസ് വിങ്? നമുക്ക് ഇന്റലിജൻസ് വിങ് വളരെ അത്യാവശ്യമായി യുദ്ധത്തിൽ. കാരണം സാത്താനോട് എതിർക്കാൻ ഇന്റലിജൻസ് വിങ് വേണം. ആ ഇന്റലിജൻസ് വിങ് ആണ് 119 സങ്കീർത്തനം 98, നിന്റെ വചനം എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അത് നമ്മുടെ ഇന്റലിജൻസ് വിങ് ആണ്. 8-ാമത്തെ കാര്യം, എന്തെല്ലാം പ്രശ്നം വന്നാലും അടുത്ത മിസൈൽ അടിക്കണം. ജീവനുള്ള പ്രത്യാശ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ നമ്മൾ പറയണം പ്രൈസ് ദി ലോർഡ്. അടുത്തത് 9-ാമത്തെ കർത്താവ് വന്നിരിക്കുന്നതാണ്, ഉണർന്നിരിക്കണം. മർക്കോസ് 13:37. ശരീരത്തിന്റെ ഉറക്കമല്ല ഞാൻ പറയുന്നത്, ബി അലർട്ട് ഓൾവേസ്. ഇത് അന്ത്യകാലമാ. ഓരോ ലോക സംഭവങ്ങളും കാണുമ്പോൾ അഭിഷേകമുള്ള ദൈവമക്കൾ വിലയിരുത്തണം, ഇതെന്താണ് ഇതിന്റെ ആത്മീയ വശം. വിലയിരുത്തുമ്പോൾ നമുക്ക് ഉണർവ് കിട്ടും. 10-ാമതായിട്ട് ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 5:15 പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു ദിവസം പോലും പാഴാക്കരുത്. ഈ 10 മിസൈലുണ്ടോ, അവന്റെ 25 മിസൈലും തകർന്ന് താഴെ പോകും. അവന്റെ അവനാഴികയിലെ സകല അമ്പുകളും അടിക്കുക. നമ്മൾ അതിനെ ഭയപ്പെട്ട് പുറകോട്ട് പോടാനല്ല, ധൈര്യത്തോടെ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇത് നമ്മൾ നിൽക്കുന്നത് പോസ്റ്റ് പ്രീ റാപ്ചർ പീരീഡാണ്. കർത്താവിന്റെ വരവിന് ഒട്ടുമുമ്പുള്ള വർഷങ്ങളാ. ആണ്ടും മാസവും തീയതിയും കൂട്ടിക്കുറിക്കാൻ പാടില്ല. കർത്താവിന് പോലും അറിയാൻ മേലെ, യഹോവയായ ദൈവത്തിനെ അറിയാവുള്ളൂ. പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരുന്ന സമയം പുത്രന് പോലും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ അല്ല, പക്ഷെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. നമുക്ക് ഉണരാം. സാത്താനെ കണ്ട് ഭയപ്പെടാനല്ല, അവന്റെ മിസൈൽ കണ്ട് പേടിച്ചു പോകാനല്ല. തന്നിരിക്കുന്ന 10 ആയുധങ്ങൾ അടിച്ചു കഴിയുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വസ്തുത പേടി അവനാ, നമുക്കല്ല. അതുകൊണ്ട് അതിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.